എല്ലാ മാന്യ പ്രേക്ഷകർക്കും വന്ധ്യത ഒരു ശാപമല്ല എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഡോക്ടർ സാംപി എബ്രഹാം വന്ധ്യതയെക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്നു. നമസ്കാരം. വളരെ പ്രതീക്ഷയോടെയാണ് രോഗികൾ IVF ചെയ്യുന്നത്. എങ്ങനെയും ഒരു കുഞ്ഞിനെ ലഭിക്കണം എന്നൊരാഗ്രഹത്തോടെ IVF ചെയ്തിട്ട്, അതായത് ടെസ്റ്റ് ട്യൂബ് ചികിത്സ ചെയ്തിട്ട് കുഞ്ഞിനെ കിട്ടാതെ വരുമ്പോൾ അവർ മാനസികമായി തളരും. പലരും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഡോക്ടർ എന്തുകൊണ്ട് എൻ്റെ ഭ്രൂണം ഗർഭാശയ ഭിത്തിയിൽ വളരുന്നില്ല? ടെസ്റ്റ് ട്യൂബ് ചികിത്സ ചെയ്തു, എനിക്ക് നല്ല ഭ്രൂണം ലഭിച്ചു എന്ന് ഡോക്ടർ പറഞ്ഞു, പക്ഷെ ഭ്രൂണം ഗർഭാശയ ഭിത്തിയിൽ പറ്റിപ്പിടിച്ച് വളരുന്നില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്. എന്താണ് അതിന് കാരണം? നമ്മൾ ഇത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ വിത്ത് പാടം, സീഡ് സോയിൽ, ആ ഒരു ബന്ധം നമുക്കറിയാം. നല്ലൊരു വിത്ത് നല്ലൊരു പാടത്ത് വീണില്ല എങ്കിൽ നമുക്ക് ഫലം കിട്ടുകയില്ല. അപ്പം നമുക്ക് നല്ല ഒരു വിളവ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നല്ല വിത്ത് വേണം, നമ്മുടെ പാടം അനുകൂലമാകണം, കൃഷിയുടെ സാഹചര്യം അനുകൂലമാകണം. അതുപോലെ തന്നെയാണ് ഇവിടെയും. നമ്മൾ നല്ല പാടം എന്ന് പറയുന്നത് നമ്മൾ ഈ പടത്തിൽ കാണുന്ന ഗർഭപാത്രത്തിൻ്റെ ആവരണമാണ്. നമുക്കിവിടെ വ്യക്തമായിട്ട് കാണാം, ഈ ഭ്രൂണം ക്രമേണ പോയി ഗർഭാശയ ഭിത്തിയിൽ പറ്റിപ്പിടിച്ച് വളരുന്ന പ്രക്രിയ. അപ്പം രോഗികൾ ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഡോക്ടറെ ഇത് നിങ്ങൾക്ക് നേരത്തെ അറിയാൻ പറ്റുകയില്ലേ? അപ്പം ഇതിന് ഇതിൻ്റെതായ ചില സൂചനകളുണ്ട്. അപ്പം ഒന്ന് നമ്മൾ നോക്കുന്നത് ഗർഭപാത്രത്തിൻ്റെ ആവരണത്തിൻ്റെ കട്ടിയാണ്. ഇതാണ് നമ്മൾ ഈ പടത്തിൽ കാണുന്ന എൻഡോമെട്രിയൽ ലൈനിങ്ങിൻ്റെ തിക്കനിങ് എന്ന് പറയും. ഈ ആവരണത്തിൻ്റെ കട്ടി 7 മില്ലിമീറ്ററിൽ താഴെയാണെങ്കിൽ നമ്മുടെ വിജയസാധ്യത കുറയും. നമ്മൾ വേറെ ഒരു പ്രധാനമായിട്ട് നമ്മളിവിടെ ഈ പടത്തിൽ കാണാം, 3 ലൈൻ നമുക്ക് ആവരണത്തിൽ കാണാം. ഇതിനാണ് നമ്മൾ ട്രിപ്പിൾ ലൈൻ ഇൻ അൾട്രാസൗണ്ട് എന്ന് പറയുന്നത്. ഈ 3 ലൈൻ വ്യക്തമായിട്ട് കണ്ടാൽ നമ്മുടെ വിജയസാധ്യത കൂടും. അപ്പോൾ എപ്പോഴാണ് ഈ ഗർഭപാത്രത്തിൻ്റെ ആവരണത്തിന് കട്ടി കുറയുന്നത്? നമുക്കറിയാം, ഈ ആവരണത്തിന് പല പാളിയുണ്ട്. ഇതിൻ്റെ ഈ താഴത്തെ പാളിക്കാണ് നമ്മൾ ബേസൽ എൻഡോമെട്രിയം എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഈ ആവരണത്തിന് എന്തെങ്കിലും സ്ഥിരമായിട്ടൊരു കേടുപാട് വന്നാൽ ഈ ബേസൽ എൻഡോമെട്രിയത്തിന് ഉണ്ടാകുന്ന ഡാമേജ്, നമുക്ക് ഒരു അബോർഷനോ അല്ലെങ്കിൽ ഈ യൂട്രസിന് ആവരണത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു നീർക്കെട്ട് വന്നാൽ ഈ ഗർഭപാത്രത്തിൻ്റെ ആവരണം, നമ്മൾ ഈ പടത്തിൽ കാണുന്ന ബേസൽ എൻഡോമെട്രിയത്തിന് കേടുപാട് വന്നാൽ ഈ ആവരണത്തിന് ഭ്രൂണത്തെ സ്വീകരിക്കാനായിട്ടുള്ള കഴിവ് കുറയും. അപ്പം നമ്മൾ ഈ വന്ധ്യതയ്ക്ക് വേണ്ടി നമ്മൾ DNC എന്നൊരു പരിശോധന ചെയ്യാറുണ്ട്. ആ സമയത്ത് നമ്മുടെ ആവരണത്തിനുണ്ടാകുന്ന ഡാമേജ് ഈ പ്രശ്നമുണ്ടാക്കാം. നമ്മൾ യൂട്രസിൽ ചെയ്യുന്ന ഏത് സർജറികളും, ഇപ്പം നമുക്ക് ഈ പടത്തിൽ കാണാം, ഗർഭപാത്രത്തിനുള്ളിൽ ദശ വളരുന്നു, അല്ലെ മുഴയുണ്ട്, ഇവയൊക്കെ നീക്കം ചെയ്യാനായിട്ടുള്ള സർജറി മൂലവും ഈ ഭാഗത്തെ ആവരണത്തിന് കേടുപാട് വരാം. ചില കേസുകളിൽ നമ്മുടെ ഈ ആവരണത്തിന് ഈസ്ട്രോജനോട് ശരിക്കും പ്രതികരിക്കാനായിട്ടുള്ള കഴിവ് കുറയും. നമുക്കറിയാം, ഇപ്പോൾ ഒരു ക്ലാസ്സിൽ നമ്മൾ 20 കുട്ടികളുണ്ടെങ്കിൽ 20 കുട്ടികളും ഒരുപോലെയല്ല ആ സാറ് പഠിപ്പിക്കുന്നതിനോട് അതിൽ നിന്ന് അവർ കാര്യങ്ങൾ വലിച്ചെടുക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ എൻഡോമെട്രിയൽ റെസിസ്റ്റൻസ് ടു ഈസ്ട്രോജൻ, ആവരണം നമ്മൾ ഈ കൊടുക്കുന്ന ഈസ്ട്രോജനോട് ശരിയായി പ്രതികരിക്കാതെ വരുന്നതും ഈ അവസ്ഥയുണ്ടാക്കും. നമ്മൾ വന്ധ്യാ ചികിത്സയിൽ അണ്ടൻഡൽപ്പിന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഒരു ഗുളികയാണ് ക്ലോമിഫീൻ സിട്രേറ്റ്. ഈ ക്ലോമിഫീൻ സിട്രേറ്റിങ്ങിന് ഒരു ഡോക്ടറെ അടുത്ത് പോയി, പിന്നെ 2-ാം ദിവസം അല്ലെങ്കിൽ 5 ദിവസത്തേക്ക് കഴിക്കാനുള്ള ഗുളിക തന്നു, അവിടെ കുറേ നാൾ കഴിച്ചു, പിന്നെ വേറെ ഡോക്ടറെ അടുത്ത് പോയി, ആ ഡോക്ടർ ഈ ഗുളിക തന്നു. ഇങ്ങനെ പലതവണ ഈ അണ്ടോൽപാദനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ക്ലോമിഫീൻ സിട്രേറ്റ് എന്ന് പറഞ്ഞ ഗുളികയുടെ ഉപയോഗവും ഇങ്ങനെ ഈ ആവരണത്തിന് കേടുപാടുണ്ടാക്കാം. വന്ധ്യാ ചികിത്സ എടുക്കുന്ന കുട്ടിയെ അമ്മ ഗർഭിണിയായിരിക്കുമ്പോൾ അമ്മ കഴിച്ച ഗുളികകളുടെ പാർശ്വഫലങ്ങളായിട്ടും ചിലപ്പോൾ ഈ അവസ്ഥയുണ്ടായെന്ന് വരാം. ചില കേസുകളിൽ നമ്മുടെ ഈ ബേസൽ ഭാഗത്തേക്കുള്ള ധമനികളുണ്ട്. ഈ പടത്തിൽ നമുക്കത് കാണാം. ഈ ധമനിക്കുണ്ടാകുന്ന കേടുപാടുകളും ഇതുപോലെ ആവരണത്തിൻ്റെ കട്ടി കുറയുവാനും ആവരണത്തിലേക്കുള്ള രക്തോട്ടം കുറയുവാനും കാരണമാണ്. അപ്പം ഈ ഗർഭപാത്രത്തിൽ പലതരം മുഴകളുണ്ട്. ഈ മുഴ നമ്മൾ എന്താണ്? ഈ മുഴ നമ്മൾ കാണുന്നത് കുഞ്ഞ് കിടക്കുന്ന ആവരണത്തിലേക്ക് വളരുന്ന മുഴയാണ്. ഇതിനാണ് നമ്മൾ സബ് മ്യൂക്കോസൽ ഫൈബ്രോയിഡ് എന്ന് പറയുന്നത്. ഈ സബ് മ്യൂക്കസ് ഫൈബ്രോയിഡും ഇതുപോലെ തന്നെ ഈ ഗർഭാശയ ആവരണത്തിൻ്റെ കട്ടി കുറയ്ക്കുന്ന അല്ലെങ്കിൽ രക്തോട്ടം കുറയ്ക്കുന്ന അവസ്ഥയാണ്. നമുക്ക് അറിയാം, ഈ ഗർഭപാത്രത്തിന് 2 ഭാഗമുണ്ട്, ഗർഭാശയ ആവരണവും ഗർഭാശയ മസിലും. ഈ ഗർഭാശയ ആവരണം അതിൻ്റെ സീമ വിട്ട് മസിലിനുള്ളിലോട്ട് വ്യാപിക്കുന്ന അഡിനോമയസ് എന്ന് പറഞ്ഞ അവസ്ഥയുണ്ട്.
ഒന്ന് മനസ്സിലാക്കുവാൻ, നമ്മളിപ്പോൾ രണ്ട് രാജ്യങ്ങൾ തമ്മിലൊരു അതിർത്തിയുണ്ട്. ഒരു രാജ്യം അതിൻ്റെ അതിർത്തി വിട്ട് മറ്റു രാജ്യത്തിലേക്ക് കടക്കാൻ ശ്രമിച്ചാൽ പ്രശ്നങ്ങളുണ്ടാകും എന്ന് പറഞ്ഞ പോലെ ഈ ഗർഭാശയ ആവരണത്തിൻ്റെ കോശങ്ങൾ അതിൻ്റെ സീമ വിട്ട് മസിലിനുള്ളിലോട്ട് വ്യാപിക്കുന്ന അഡിനോമൈസ് പറഞ്ഞ അവസ്ഥയിൽ എന്ത് പറ്റും? ഇതുപോലെ തന്നെ ഈ സ്ഥാനം തെറ്റി വന്ന കോശങ്ങൾക്കെതിരെ പ്രതികരണമുണ്ടാകും. അപ്പം നമ്മുടെ ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറിലോട്ട് ഇപ്പോൾ ആരെങ്കിലും പാകിസ്ഥാനികൾ ഒഴിഞ്ഞു കയറിയാൽ ആ ഭാഗത്ത് എന്ത് പറ്റും? അവിടെ ഒരു സംഘർഷമാണ്. അപ്പം ആർമി വരും, അവർ ആ ശത്രുക്കളെ തുരത്താനായിട്ടുള്ള ശ്രമം നടത്തും. അങ്ങനെയുള്ളപ്പോൾ എന്ത് പറ്റും? അവിടെ ജീവിക്കുന്ന നോർമലായിട്ടുള്ള ആളുകൾക്കും പ്രശ്നം വരുമെന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ ഗർഭാശയ ആവരണ കോശങ്ങൾ ഗർഭാശയ ആവരണത്തിൻ്റെ സീമ വിട്ട് ഗർഭാശയ മസിലിനുള്ളിലോട്ട് വ്യാപിക്കുവാൻ ശ്രമിക്കുമ്പോൾ ശരീരം അതിനെതിരെ പ്രതികരിക്കും. അങ്ങനെ വരുമ്പോൾ ഗർഭാശയ ആവരണത്തിൻ്റെ കോശങ്ങൾക്കെതിരെയും ഈ പ്രതികരണം വരാം. അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും? ആ ഭാഗത്തേക്കുള്ള രക്തോട്ടം കുറയും, ഭ്രൂണത്തിന് ഗർഭാശയ ഭിത്തിയിൽ പറ്റിപ്പിടിച്ച് വളരാനുള്ള സാധ്യതകളും കുറയാം. നമുക്കറിയാം, എല്ലാവരുടെയും ഓവറി ഒരുപോലെ അല്ല പ്രതികരിക്കുന്നത്. ചിലരുടെ ഓവറിയുടെ പ്രതികരണ ശേഷി കുറവായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഓവറിയുടെ പ്രവർത്തനക്ഷമത കൂട്ടാൻ വേണ്ടി കൂടുതൽ LH ഒക്കെ അടങ്ങിയ LH എന്ന് പറഞ്ഞ് ഓവറിയുടെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്ന ഹോർമോൺ നൽകും. നമ്മൾ കൂടുതലായിട്ട് LH നൽകുന്നതും ചില കേസുകളിൽ ഗർഭാശയ ആവരണത്തിന് ഭ്രൂണത്തെ സ്വീകരിക്കാനായിട്ടുള്ള കഴിവിനെ കുറയ്ക്കും. ചില കേസുകളിൽ തിരിച്ചാണ് സംഭവിക്കുന്നത്. ഓവറി അമിതമായിട്ട് നമ്മൾ കൊടുക്കുന്ന മരുന്നിനോട് പ്രതികരിക്കും. അവിടെ ഉണ്ടാകുന്ന അമിതമായിട്ടുള്ള ഈസ്ട്രോജൻ്റെ അളവ്, ആ ഈസ്ട്രോജൻ പ്രൊഗസ്റ്റോൺ എന്ന് പറഞ്ഞ ഹോർമോൺ തമ്മിലുള്ള ആ അളവ് അത് താളം തെറ്റുകയും അതിൻ്റെ ഫലമായിട്ട് ആവരണത്തിന് ഭ്രൂണത്തെ സ്വീകരിക്കാനായിട്ടുള്ള കഴിവ് കുറയുകയും ചെയ്യും. നമ്മൾ ഈ ഓവറിയുടെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടി LH എന്ന് പറഞ്ഞ ഹോർമോൺ ലെവൽ കൂട്ടുമ്പം ഗർഭാശയ ആവരണത്തിന് പുരുഷ ഹോർമോണായ ടെസ്റ്റോസ്റ്റിറോണിനുള്ള എക്സ്പോഷർ കൂടും. അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും? ഗർഭാശയ ആവരണത്തിന് കേടുപാട് വരാം. ഞാൻ പറയുവാൻ ശ്രമിക്കുന്നത്, നമ്മുടെ ഈ ഭ്രൂണത്തിനെ സ്വീകരിക്കാനായിട്ടുള്ള ഗർഭാശയ ആവരണത്തിൻ്റെ കഴിവ് വളരെ പ്രാധാന്യമുള്ളതാണ്. സങ്കീർണമായിട്ടുള്ള പ്രക്രിയകൾ നടന്നുവെങ്കിൽ മാത്രമേ ഈ ഗർഭാശയ ആവരണത്തിന് ഭ്രൂണത്തെ സ്വീകരിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇപ്പം ഭ്രൂണത്തെ സ്വീകരിക്കാൻ ആയിട്ടുള്ള ഗർഭാശയ ആവരണത്തിൻ്റെ കഴിവ് കുറഞ്ഞാൽ നമുക്ക് ആരോഗ്യമുള്ളൊരു ഭ്രൂണത്തെ ലഭിച്ചാലും ഭ്രൂണത്തിന് ഗർഭാശയ ഭിത്തിയിൽ പറ്റിപ്പിടിച്ച് വളരാനായിട്ടുള്ള സാധ്യതകൾ കുറയും. ഇങ്ങനെ ആവരണത്തിൻ്റെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന ജീനുകളുടെ ലെവലിലുള്ള തകരാറൊക്കെ ഇതിന് കാരണമാണ്. അപ്പം IVF ഫെയിലിയറിൻ്റെ ഒരു പ്രധാന കാരണമാണ് ഗർഭാശയ ആവരണത്തിന് ഉണ്ടാകുന്ന നീർക്കെട്ട്, വീക്കം, ഗർഭാശയ ആവരണത്തിലുണ്ടാകുന്ന അമിതമായിട്ടുള്ള ഹോർമോണുകളുടെ പ്രവർത്തനം, അവിടെയുള്ള മുഴകളുടെ പ്രവർത്തനം. അവിടെ ചെയ്യുന്ന സർജറികളെല്ലാം നമ്മൾ വളരെ സൂക്ഷ്മതയോടെ ചെയ്യണം. അല്ലെങ്കിൽ പിന്നീട് ആവരണത്തിന് കേടുപാട് വരാനായിട്ടുള്ള സാധ്യതകൾ കൂടും. അപ്പം നമ്മൾ ഒരിക്കലും അബോർഷന് വേണ്ടി നമ്മൾ ചെയ്യുന്ന പ്രക്രിയകൾ വളരെ സൂക്ഷ്മതയോടെ ചെയ്യണം. അനാവശ്യമായിട്ടുള്ള ഗർഭഛിദ്രം നമ്മൾ ഒരിക്കലും ചെയ്യരുത്. മാപ്പ് കൊടുക്കലിൻ്റെ പ്രാധാന്യം നമ്മുടെ സ്വന്തം നന്മയുമായി വളരെയേറെ ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. മാപ്പ് നൽകൽ സ്വതന്ത്രരാക്കുന്നത് നമ്മളെ തന്നെയാണ്. മാപ്പ് നൽകുന്നതോടെ ശാരീരികവും മാനസികവുമായ ശോഭത്തിൽ നിന്ന് നമുക്ക് വിടുതൽ നേടുവാൻ കഴിയും. അത് നമുക്ക് ആരോഗ്യവും ആഹ്ലാദവും തരും. മാപ്പ് നൽകൽ നമ്മളെ ഭൂതകാലത്തിൽ നിന്ന് മോചിപ്പിക്കുകയും രോഷമോ സങ്കടമോ ഉണ്ടായാൽ അത് മറികടക്കുവാനും നമ്മളെ സഹായിക്കും. നാം മറ്റുള്ളവർക്ക് മാപ്പ് നൽകുന്നതിലൂടെ നാം സ്വയം മാപ്പ് നൽകൽ സമ്മാനിക്കുകയാണ്. വന്ധ്യാ ചികിത്സയിൽ ഈ അറിവ് പ്രാധാന്യമുള്ളതാണ്. ഒരുപക്ഷെ പങ്കാളി നിങ്ങളോട് അവിശ്വസ്തതയായി പെരുമാറിയെന്ന് വരാം. നിങ്ങളെ മറച്ചുവെച്ച് ജീവിതത്തിൽ ചില കാര്യങ്ങൾ ചെയ്തു എന്ന് വരാം. ഒരുപക്ഷെ നിങ്ങൾക്കെതിരെ പ്രവർത്തിച്ചു എന്നും വരാം. പക്ഷേ അവർക്ക് മാപ്പ് കൊടുക്കുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ നിങ്ങൾ സ്വതന്ത്രനാവുകയാണ് ചെയ്യുന്നത്. നമുക്ക് നമ്മുടെ കുടുംബജീവിതത്തിൽ ആ കഴിവ് ആരോഗ്യവും ആഹ്ലാദവും തരും. ക്ഷമിക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ ആ ഓർമ്മ നമ്മുടെ ശക്തിയെ തളർത്തിക്കൊണ്ടിരിക്കും. നമുക്ക് ഒന്നും നേടാനാവില്ല. വന്ധ്യാ ചികിത്സ എന്ന വിപത്തിൽ നിന്ന് കരകയറണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ പങ്കാളിയോട് ക്ഷമിക്കേണ്ടതായി വരാം. അത് ചെയ്യുവാനായിട്ടുള്ള ഒരു മനസാന്നിധ്യം തേടുക. സാധിക്കുന്നില്ലെങ്കിൽ
ധ്യാനത്തിലൂടെ ആ ശക്തി നേടുക. നിങ്ങളുടെ ജീവിതം വിജയിക്കും. വന്ധ്യ എന്നൊരു ശാപമല്ല. വന്ധ്യയ്ക്ക് അത്യാധുനികമായിട്ടുള്ള ചികിത്സകളുണ്ട്. ഈ ചികിത്സയുടെ പ്രയോജനം സാധാരണക്കാരികൾക്ക് ലഭിക്കണം എന്നെൻ്റെ മാതാപിതാക്കൾക്ക് വളരെയേറെ ആഗ്രഹമുണ്ട്. നമുക്ക് ഒരുമിച്ച് വന്ധ്യക്കെതിരെ പടപൊരുതാം. നന്ദി, നമസ്കാരം. വന്ധ്യത ഒരു ശാപമല്ല എന്ന പ്രോഗ്രാമിന്റെ ഈ എപ്പിസോഡോടെ പൂർണ്ണമാകുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കത്തുകളും ഞങ്ങൾക്ക് അയയ്ക്കുക. ഞങ്ങളുടെ വിലാസം: Abraham's Advanced Infertility and Sexology Center, Adhikar Chambers, near Bishop Palace, Chaminasheri. Phone 9744 939925.